നിന്നോട് ആരാടാ പറഞ്ഞ ഈ ബക്കറ്റിലുള്ള വെള്ളം എടുക്കാൻ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞു വെള്ളം എടുക്കാൻ. ഞാൻ പോയി എടുത്തോണ്ട് വന്നേ. എന്നാലേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് കിണറ്റിന്ന് എടുത്ത് കോരിയ വെള്ളമാ. അതിനെന്താന്നാ നീ ഇതിനാണ് ഇത് ചെടിക്കൊക്കെ നനയ്ക്കുന്നേ? പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണ്ടേ? എടാ നിനക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ നീ കോരണം കിണറ്റിന്ന്, അല്ലാണ്ട് ഞാൻ കോരിയ വെള്ളം എടുത്തല്ല ഒഴിക്കേണ്ടേ. ഈ വെള്ളം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതിന് പറഞ്ഞത് കിണറ്റിന്ന് കിട്ടിയതാണെന്ന്. അതല്ലടി മണ്ടി പറഞ്ഞേ. വെള്ളം വേണമെങ്കിൽ മഴ വേണം, മഴ വേണമെങ്കിൽ ചെടി വേണം. അപ്പൊ ഇവരെ നമ്മൾ സൂക്ഷിക്കണ്ടേ? അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ചെടിക്ക് ഇപ്പൊ വെള്ളം ഒഴിക്കണ്ട. ഇവിടെ ഇവരുടെ മുന്നേ വെച്ച് ഇങ്ങനത്തെ വർത്താനം പറയുന്നത് ഇതൊക്കെ നിങ്ങൾ കേൾക്കും. ആണോ? എന്റെ പൊന്ന് ചെടികളെ, വേറെ അടുത്തെങ്കിലും പോയി വെള്ളം കുടിക്ക്, അല്ലാണ്ട് ഞാൻ കോരിയ വെള്ളം കുടിക്കല്ലേ. ഇവിടെ ഒന്നും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നോളാം. എടാ ഇവിടെ കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല, അപ്പോഴാണ് അവന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ ആടായിക്കോട്ട്. ഈ കിണർ ഈ പറമ്പിലെ കിണർ തന്നെയല്ലേ? അതിന് അതെ, എനിക്ക് അവകാശപ്പെട്ട കിണറാ കേട്ടോ. നിനക്ക് അവകാശപ്പെട്ടതല്ല, അച്ഛമ്മയ്ക്ക് അവകാശപ്പെട്ട കിണർ. അച്ഛമ്മയെ പറഞ്ഞ എനിക്ക് വെള്ളം കോരാൻ. എന്നാ അച്ഛമ്മ പറഞ്ഞ് ഈ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ. നീ ഒഴിക്കണം, നീ കാണുമല്ലോ. നീ ആദ്യം വിട്. മനസ്സില്ല മനസ്സില്ല. വിട് വിട് വിട്. ചെടിക്കൊന്നോ ഇത് ഇച്ചിരി കൂടല്ലേ ഉള്ളൂ. നിങ്ങൾ നീ ഇപ്പൊ കഞ്ഞി കല വെക്കാൻ പോകുന്ന കൈമാറ്റേ. നിന്റെ അമേരിക്കക്കാരി പെണ്ണിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ ഉള്ള എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ബ്ലാക്ക് മെയിൽ ആണോ? അതെ. എന്നാ കൊണ്ട് മുഴുകി തന്നെ നിന്റെ ബക്കറ്റും വെള്ളം. ചെടിക്ക് വെള്ളം നനയ്ക്കായിരിക്കും. നിങ്ങളല്ലേ ഇവളെ പ്രാഗ് ചെടികൾ, ഇവളെ പ്രാഗ് കിട്ടൂടി പ്രാഗ് കൊണ്ടുപോ. ഉള്ള ബക്കറ്റും വെള്ളം. അച്ഛപ്പ അവിടെ എത്തിക്കാണോമേ? ഞാൻ ഫോൺ വിളിച്ച് നോക്കിയായിരുന്നു, പക്ഷെ എടുത്തില്ല. ചിലപ്പം തിരക്കാറ്റായിരിക്കും. തങ്കത്തോണി തെന്മലയോരം ഈ തുണിയൊക്കെ പറക്കി അവിടെ പോണ്. കണ്ടാർന്നൂടെ അലക്കാൻ? വായുവിലിട്ട് അലക്കോ? വെള്ളല്ല. അയ്യോ, ഞാൻ എന്റെ കാര്യം മറന്നുപോയി. ഇതൊരു കഷ്ടമാണ്. നോക്കിയേ, ഇനി വാഷിംഗ് മെഷീനും ഫ്രിഡ്ജെല്ലാം കേടാക്കാനായിരിക്കും. എല്ലാം കേടാക്കും. ഞാൻ വന്നിട്ട് ഇവിടെ കേടാ കുറേ നേരമല്ലേ പറയുന്നത്. നീ എന്തിനാ എന്റെ പേരടിക്ക് കയറുന്നത്? കുരിഷ്ട വർത്താനം പറയണത്. നീ കാലെടുത്ത് ഊത്തിയ ശകുനപ്പേഴാന്ന് നിന്റെ ഏട്ടനും അമ്മയും തന്നെയാ പറഞ്ഞ, ഞാനല്ല. ആരുടെ എന്റെ മോളെ ശകുനപ്പഴയെന്ന് പറഞ്ഞത്? ഇവിളെ ശകുനപ്പഴയൊന്നുമല്ല, ഇവിളെന്റെ ഐശ്വര്യമുള്ള ഒരു മോള. ഇങ്ങനെയല്ലേ നമ്മ കുറച്ചു മുമ്പ് പറഞ്ഞോണ്ടിരുന്നേ? അച്ഛൻ മോട്ടർ കേടായതൊക്കെ മറന്നുപോയാ? 3 മാസത്തെ പെൻഷൻ കിട്ടിയില്ല മോളെ. അത് സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുക്കാത്തത് കൊണ്ടല്ലേ? അതൊക്കെ ഞാൻ കൊടുത്തു. ഞാൻ കൊടുത്തന്നേ. അതെപ്പം ഞാൻ അറിയാതെ കൊടുത്തേ? അച്ഛമ്മിനി ആ പെൻഷനൊന്നും കിട്ടാൻ പോണില്ല. ആര് പറഞ്ഞു? എനിക്ക് 3 മാസത്തെ പെൻഷൻ ഒന്നിച്ചാ കിട്ടിയത്. കിട്ടിയാ? പിന്നില്ലേ? എന്നാ പുതിയ മോട്ടർ മേടിക്കാം. പുതിയ മോട്ടർ ഒന്നും വാങ്ങേണ്ടി വരൂല. അതെന്താടാ? ഞാൻ ആ മോട്ടർ ശരിയാക്കി. ആ മോട്ടർ ശരിയാക്കാൻ വന്നാളല്ലേ പറഞ്ഞത് അതൊന്നും ശരിയാകത്തില്ല, പുതിയത് മേടിക്കണമെന്ന്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പോയി 2 തട്ടുമുട്ടും കൊടുത്തു. മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട്. അമ്മ, ആ പെൻഷൻ കാശിന്ന് കുറച്ച് കാശ് എനിക്ക് തരൂ. അച്ഛനൊക്കെ പെൻഷൻ കിട്ടിയാ? കിട്ടിയടാ. അയ്യോ, എന്നാ എനിക്ക് ആ ടീഷർട്ട് വാങ്ങണം. നമുക്ക് വൈകുന്നേരം പോയാലോ? എനിക്ക് ചെരുപ്പ് വേണം. വാങ്ങി തരാന്നേ. അപ്പച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞതാട്ടാ. എനിക്കറിയാലോ ഞാൻ ദുശകനല്ലാന്ന്. അമ്മ അടുക്കളയിലെ സാധനമൊക്കെ തീർന്നു. നീ ആ പറമ്പിലേക്ക് ഇറങ്ങി വല്ല ചേമ്പോ തണ്ടൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും കൂട്ടാൻ വെക്കണി വേണേ. ചേമ്പിന്റെ തണ്ട് മതിയാടാ. അച്ഛന് പെൻഷൻ കിട്ടിയില്ല, നമുക്ക് ചിക്കൻ വാങ്ങാം. ചിക്കനെ നിനക്ക് ഇറങ്ങുള്ളൂ, എന്നാ മട്ടൻ വാങ്ങി തരാടാ നിനക്ക്. പറയാനായിട്ടൊക്കെ ഒന്നും ഇഷ്ടമല്ലാന്ന്. ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അത് തന്നെയാണ്. അമ്മേ, ഞാൻ എടുത്ത് പോട്ടെ. ഞാൻ സമാനത്തിന് കക്കൂസി പോട്ടെ. അമ്മേ, അയ്യോ മോട്ടർ നന്നാക്കിയില്ല.